വാറൻ ബഫറ്റ് പറയുന്നുണ്ട്, ശീലങ്ങളുടെ ചങ്ങലകൾ അത് മുറിക്കും വരെ നിങ്ങൾക്കത് ഭാരമായിട്ട് തോന്നില്ല. എനിവേ, നമ്മുടെ തലച്ചോറിനെ നശിപ്പിക്കുന്ന ചില ശീലങ്ങളുണ്ട്. അതിപ്പോൾ നമ്മൾ അറിഞ്ഞ് ചെയ്യുന്നതാവാം, അതല്ലെങ്കിൽ അറിയാതെ ചെയ്യുന്നതാവാം. മേ ബി നമ്മൾ കൂടുതൽ കാര്യങ്ങളും അറിഞ്ഞ് തന്നെ ചെയ്യുന്നതാവാം. നമ്മളിൽ എത്ര പേർക്കറിയാം സ്ഥിരമായി പാട്ട് കേൾക്കുന്നത്, അതല്ലെങ്കിൽ സ്പീക്കർ വെച്ച്, അതല്ലെങ്കിൽ ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ട് കേൾക്കുന്നത് നമ്മുടെ ചിന്താശേഷിയെയും നമ്മുടെ തിങ്കിങ് എബിലിറ്റി, അതുപോലെ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ഇതിനൊക്കെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളത്. സോ നമുക്ക് നോക്കിയാലോ ഏതൊക്കെയാണ് നമ്മുടെ തലച്ചോറ് നശിപ്പിക്കുന്ന ആ ശീലങ്ങൾ എന്നുള്ളത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് നൗ. സോ നമ്പർ 1, സൺലൈറ്റ്. നമ്മളിൽ എത്ര പേർക്കറിയാം സൂര്യപ്രകാശം നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിനെയും ഓരോ ദിവസത്തെയും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നമ്മളിൽ പല ആൾക്കാരും ലേറ്റായിട്ട് എണീക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ പല സമയത്തും മോർണിംഗ് ആ ഒരു വൈബ് നമുക്ക് മിസ്സാവുന്നതാണ്. എനിവേ, പഠനങ്ങൾ പറയുന്നത് ഈ മോർണിംഗ് സൺലൈറ്റ് നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ ഡിപ്രഷനെയും സ്ട്രെസ്സിനെയൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ മോർണിംഗ് സൺലൈറ്റ് നമ്മൾ എൻജോയ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിൽ ഹാപ്പി ഹോർമോൺ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സെറാട്ടോണിൻ എന്നുള്ളൊരു ഹോർമോൺ നമ്മുടെ തലച്ചോറിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഹോർമോൺ കാരണം തന്നെ നമ്മുടെ പിന്നീട് ഡിപ്രഷനെയും നമ്മുടെ സ്ട്രെസ്സിനെയൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കുന്നു എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾക്ക് പറയുന്നത്. സോ നമ്പർ 2, ഇൻഫോർമേഷൻ. നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് ബാഡ് ഹാബിറ്റ്സ് ഏതാണ്, ഗുഡ് ഹാബിറ്റ്സ് ഏതാണ് എന്നുള്ളത് ഇങ്ങനെ വേർതിരിച്ചറിയാനുള്ള ഒരു കഴിവില്ല. ഇതെല്ലാം ഒരു ഹാബിറ്റാണെന്ന് മാത്രമേ നമ്മുടെ തലച്ചോറിന് കാണിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ഈ ലോകത്ത് ഓരോ സെക്കൻഡിലും ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലയിടത്തും പല ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്, പല ജോബ്സുകളും കിട്ടുന്നുണ്ട്, എക്സെട്ര എക്സെട്ര. സോ നമ്മുടെ തലച്ചോറിലേക്ക് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ എന്താണോ അത് മാത്രം കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പല ഇൻഫർമേഷനും നമ്മുടെ തലച്ചോറിൽ നിന്ന് അഡിക്റ്റായി ഓവർലോഡായി നമ്മുടെ പിന്നീട് നമ്മുടെ തിങ്കിങ് എബിലിറ്റിയെയും ഡിസിഷൻ മേക്കിങ്ങിനെയും ഇത് നന്നായിട്ട് ബാധിക്കുന്നതാണ്. ഇങ്ങനെ ഓവർലോഡായി പോകുന്നത് കൊണ്ടാണ് പല ആൾക്കാരും ഈ ഗൂഗിൾ പാസ്വേഡും മറ്റുള്ള പിൻ നമ്പറൊക്കെ മറന്നു പോകുന്നത്. സോ നെക്സ്റ്റ് 1, ലേണിംഗ് നോളജ്. എനിക്ക് പഠിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞിട്ടോ, ഇനി എനിക്ക് ടൈമില്ല, ഇനി നീ പഠിക്കുക എന്നുള്ളതൊക്കെ പല പേരൻസും പറഞ്ഞു കേൾക്കാറുണ്ട്. സത്യത്തിൽ ഇത് ശരിക്കും ഒരു തെറ്റായ പ്രോസസ്സാണ്. നമ്മുടെ തലച്ചോറ് എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. നോളജ് അപ്ഡേറ്റ്സുകൾ എക്സെട്ര എക്സെട്ര. നമ്മുടെ തലച്ചോറ് ഒരിക്കലും അതിൻ്റെ ലേണിംഗ് സ്കില്ല് ഔട്ടാക്കുന്നില്ല. എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തലച്ചോറ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ മരിക്കുന്നവരെ നമ്മുടെ തലച്ചോറ് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിൽ പല ആൾക്കാരും അതൊന്നും കാണാതെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങളും നമ്മുടെ തലച്ചോറിൽ സേവ് ചെയ്ത് വെക്കുന്നത്. സോ പുതിയ പഠനങ്ങൾ പറയുന്നത് നമ്മുടെ തലച്ചോറിന് കുറേ കാലത്തേക്ക് ഒന്നും പഠിക്കാതെയോ ലേൺ ചെയ്യാതെയോ പുതിയ അപ്ഡേറ്റ്സുകളൊന്നും കൊടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് പതിയെ പതിയെ നമ്മുടെ തലച്ചോറിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ തിങ്കിങ് എബിലിറ്റി ഇതിനൊക്കെ നന്നായിട്ട് ബാധിക്കുന്നുണ്ടെന്നാണ് പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത്. സോ ലാസ്റ്റ് 1, മ്യൂസിക് ലവേഴ്സ്. നമ്മളിൽ പല ആൾക്കാരും ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. നല്ല ലൗഡിലൊക്കെ വോളിയം വെച്ച് പല ആൾക്കാരും ഒരുപാട് സമയം മ്യൂസിക് കേൾക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനൊരു ഹാബിറ്റ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇന്ന് തന്നെ നിർത്തേണ്ട ഒന്നാണ്. കാരണം ഇത് നമ്മുടെ കേൾക്കാനുള്ള എബിലിറ്റിയെ നന്നായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. അതിനുപരി നമ്മുടെ മെമ്മറി പവറിനെയും മൈൻഡിനെയും നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിങ്കിങ് എബിലിറ്റിയൊക്കെ ഇത് നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. സത്യത്തിൽ ശരിക്കും ഈ ഒരു മ്യൂസിക് കേൾക്കുന്നത് വളരെ ഉപകാരപ്പെട്ടൊരു കാര്യം തന്നെയാണ്. കാരണം സോങ്ങുകൾ നമ്മുടെ മോട്ടിവേഷൻ ലെവൽ കൂട്ടും, നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കും, ഡിപ്രഷൻ കുറയ്ക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പല ആൾക്കാരും ഇത് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുമ്പോഴാണ് നമ്മുടെ മെമ്മറി പവറിനെയും നമ്മുടെ ബോഡിയൊക്കെ നന്നായിട്ട് ബാധിക്കുന്നത്. സോ ഹെഡ്സെറ്റ് വെക്കാതെ നമ്മളിത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മോട്ടിവേഷൻ ലെവലും ഭയങ്കരമായിട്ട് നമ്മുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഇത് തന്നെ കുറയ്ക്കുന്നതാണ്. സോ ഗൈസ്, ചേഞ്ച് യുവർ ബാഡ് ഹാബിറ്റ്സ്. ഗുഡ് ഹാബിറ്റ്സ് മേക്ക് യു എവറി ഡേ ബ്യൂട്ടിഫുൾ. Be Marif, be inspired. It's me, Asu. Have a nice day.